ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം എങ്ങനെയാണ് സാർത്ഥകമായി തീരുക? ഈ ലോകത്തിലെ ഭോഗങ്ങൾ ഒന്നൊന്നായി വാരിക്കൂട്ടിയാലും മനുഷ്യന് സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നില്ല. സമ്പത്തും അതിമനോഹരമായ വീടും അതുപോലെ സമ്പൽ സമൃദ്ധിയോടുകൂടിയ കുടുംബാംഗങ്ങളും എല്ലാം ഉണ്ടായാലും അതുപോലെ കുലമഹിമയും എല്ലാം ഉണ്ടായാലും പൂർണ്ണത അനുഭവമാകുന്നില്ല. അതിനാൽ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തി വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നാണ്. എന്തറിയണം, ഏതാണ് നാം നേടേണ്ടത് എന്ന് ഒരു കവി പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മർത്യജന്മമെടുക്കിലും ധനപുഷ്ടി കൊണ്ടു കുബേരനോ ഡൊത്ത പുരുഷനാകിലും തവ ഭക്തി വിട്ടവനേവനോ. വ്യർത്ഥമപുരുഷന്റെ ജന്മ ധനാദിയായതു കൊണ്ടു നീ നിത്യവും മമ ഹൃത്തടത്തിൽ വിളങ്ങണേ ഹരിഗോവിന്ദ. എത്ര വലിയ ഒരു പ്രാർത്ഥനാരൂപത്തിലുള്ള ശ്ലോകം ആണിത്. മർത്യജന്മമെടുക്കിലും, നമുക്ക് മനുഷ്യജന്മം കിട്ടി, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു, മനുഷ്യ ജന്മത്തിന് വേണ്ടതായ എല്ലാം കിട്ടി. പക്ഷേ എന്നാൽ മർത്യജന്മമെടുക്കിലും ധനപുഷ്ടി കൊണ്ടു കുബേരനോ ഡൊത്ത പുരുഷനാകിലും, സമ്പത്ത് കൊണ്ട് കുബേരനെ തുല്യമായി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഈശ്വരനിലുള്ള ഭക്തി ഇല്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ് എന്നാണ്. ഈ പദ്യം തന്നെ പച്ച മലയാളത്തിലായതുകൊണ്ട് ആർക്കും കേൾക്കുമ്പോൾ തന്നെ ഹൃദിസ്ഥമാക്കാനും അത് മനനം ചെയ്യാനും സഹായിക്കും. മർത്യജന്മമെടുക്കിലും ധനപുഷ്ടി കൊണ്ടു കുബേരനോ ഡൊത്ത പുരുഷനാകിലും തവ ഭക്തി വിട്ടവനേവനോ. വ്യർത്ഥമപുരുഷന്റെ ജന്മ ധനാദിയായതു കൊണ്ടു നീ നിത്യവും മമ ഹൃത്തടത്തിൽ വിളങ്ങണേ ഹരിഗോവിന്ദ. എന്തെന്ത് വാരിക്കൂട്ടിയാലും എന്തെന്ത് സംഭരിച്ചാലും ആ മനുഷ്യൻ്റെ ജീവിതം വ്യർത്ഥമാണ്. എന്നാൽ ഈശ്വരഭക്തി വളർത്തിയാൽ അവരുടെ എല്ലാം സഫലമായിത്തീരുന്നു. അതിനാൽ എന്നും എൻ്റെ ഹൃത്തടത്തിൽ അവിടുന്ന് വസിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കിതൊന്നുകൂടി മനനം ചെയ്യാം. ഇത് വീണ്ടും വീണ്ടും ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സും അതിൽ തന്നെ നിൽക്കും. അതാണ് സത്സംഗം കൊണ്ടുള്ള മഹത്വം. മറ്റു വഴിയിലേക്കൊന്നും മനസ്സ് പോകാതെ മനസ്സിനെ അല്പസമയം ഒരു 2, 3, 4 മിനിറ്റ് നേരമെങ്കിലും ഇതിൽ തന്നെ ശ്രദ്ധാപൂർവം നിർത്തുകയാണെങ്കിൽ അത്രയെങ്കിലും മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കാനുള്ള അവസരമാണ് ഇതിലൂടെയെല്ലാം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ എന്ന വെപ്രാളത്തോടു കൂടിയല്ല ഇതൊന്നും കേൾക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇത് കേൾക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ഒട്ടില്ലതാനും. അതിനാൽ മർത്യജന്മമെടുക്കിലും ധനപുഷ്ടി കൊണ്ടു കുബേരനോ ഡൊത്ത പുരുഷനാകിലും തവ ഭക്തി വിട്ടവനേവനോ. വ്യർത്ഥമപുരുഷന്റെ ജന്മ ധനാദിയായതുകൊണ്ടു നീ നിത്യവും മമ ഹൃത്തടത്തിൽ വിളങ്ങണേ ഹരിഗോവിന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.